പണ്ട് കാലത്ത് ഇപ്പം ഈ താഴ്വാരം എന്നൊക്കെ പറയുന്ന സിനിമ മഡ് കൊണ്ടൊക്കെ ആ ടൈപ്പ് ഉണ്ടാക്കി അത് ഉണക്കി ചെയ്തിട്ടുണ്ട്. കാലാപാനി ഫയറൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. റബ്ബർ സൊല്യൂഷൻ വെച്ചിട്ടാണ് കേളി എന്ന് പറഞ്ഞ സിനിമയുടെ ടൈപ്പ് ചെയ്തത്. അതുപോലെ കല്ലിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം പരീക്ഷണങ്ങളൊന്നും ഇപ്പൊ നടക്കുന്നില്ല. കാരണം അതിനും കുറെ നിബന്ധനകളും ഇതെല്ലാം വന്നു. ഇപ്പം കുറച്ചും കൂടി നമ്മൾ ഒരു വലയത്തിൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പഴയ ആൾക്കാർക്ക് കൊടുത്തത്ര ഫ്രീഡം നമുക്ക് കിട്ടുന്നില്ല എന്ന് പണ്ട് പറഞ്ഞു കേട്ട അറിവിനനുസരിച്ച് തോന്നുന്നുണ്ട്. ഇപ്പം ചാന്ത് പൊട്ട് എന്ന് പറഞ്ഞ സിനിമ സാബു ചേട്ടനാണ് ചെയ്തത്. അപ്പം കൺമഷി കൊണ്ടോ ചാന്ത് കൊണ്ട് എഴുതിയതുപോലെ എഴുതാൻ പൊട്ട് മാത്രം ചുവപ്പ് വെച്ചിട്ട് ബാക്കിയെല്ലാം ബ്ലാക്കിലാണ് ചെയ്തത്. അപ്പൊ ബ്ലാക്ക് എന്ന് ചെയ്യണ സമയത്ത് പറഞ്ഞു കറുപ്പ് അൺലക്കിയാണ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ നിർബന്ധപൂർവ്വം അത് ചെയ്തു. അല്ല, ഈ ചില കാര്യങ്ങൾക്ക് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അവർ കൺവിൻസ്ഡ് ആവില്ലേ? ചിലപ്പോൾ മുൻവിധി കൊണ്ട് പറയും, പക്ഷെ ചെയ്ത് കാണിച്ചത് നല്ലതാണെന്ന് കണ്ടാൽ അവർ സമ്മതിക്കണമെന്നില്ല. ഇപ്പം ഭാഗ്യം കൊണ്ട് ദൈവാധീനം കൊണ്ട് അത് ഓടി. പക്ഷെ അത് ഓടിയില്ല. പടം ഒരു ഇതായിരുന്നെങ്കിൽ അന്നേരം അവർ പിന്നെ അടുത്തതിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ ഇത് അങ്ങനെ ആയില്ലേ എന്ന് നമ്മൾ പിന്നെ വാൺ ചെയ്യും. നമുക്ക് പിന്നെ അത് ഒരിക്കലും ചെയ്യാൻ പറ്റാതെ ആവുന്ന ഒരു സ്ഥിതി വരും. അങ്ങനെ ഒരു ഇതും കൂടി എൻ്റെ ഉണ്ട്. ഈ വിശ്വാസങ്ങൾ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ജിസന്റെ ഇനിയിപ്പം ഉടനെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇപ്പം മോഹൻ ചേട്ടന്റെ കഥ പറയുമ്പോൾ ഡയറക്ടറിന്റെ മാണിക്കക്കല്ല് എന്നുള്ള സിനിമ, പോക്കിരി രാജ ഡയറക്ട് ചെയ്ത വൈശാഖൻ ചേട്ടന്റെ സീനിയേഴ്സ് എന്നുള്ള സിനിമ, രാജീവ് കുമാർ സാറിന്റെയും പത്മരാജൻ അവരുടെ റീമേക്ക് രതിനിർവേദം ചെയ്യുന്നുണ്ട്. പഴയ ടൈപ്പ് തന്നെയാണോ? അല്ല, പുതിയ ടൈപ്പാണ്. പുതിയ ടൈപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കാണാം. അത് ആളുകൾക്ക് കാണാൻ കൗതുകം ഉണ്ടാവും. എന്താണ് വ്യത്യാസം എന്ന് അറിയാലോ. ജിസൺ ചെയ്ത സിനിമകളിൽ എനിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള മറ്റു ചില സിനിമകൾ ഈ തലപ്പാവിലെ പ എന്നുള്ള അക്ഷരം മാത്രം റെഡായത് ഭയങ്കര അട്രാക്റ്റീവായി തോന്നിയിരുന്നു. തലപ്പാവ്. പിന്നെ അതുപോലെ സൈക്കിളിൽ ആ വീല് കൊടുത്തത്, സൈക്കിളിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഉള്ളിൽ സ്വലെ അല്ലേ, സ്വലെ ഏതെങ്കിലും പന്തയക്കോഴിയുടെ നല്ല പോസ്റ്റേഴ്സ് ആയിരുന്നു. അവാർഡുകൾ, അംഗീകാരങ്ങൾ, അങ്ങനെ എന്തെങ്കിലും? നീലത്താമര എന്നുള്ള ഫിലിമിൽ മണ്ണാർക്കായം ബേബി സാറിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ടായിരുന്നു. അത് നീലത്താമരയ്ക്കായിരുന്നു. മാരീഡ് അല്ല? എന്താണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? ഉണ്ട്, ആയി വരുന്നു. ആലോചനകൾ നടക്കുന്നുണ്ട്? ഇല്ല, തുടങ്ങണം. ഇപ്പൊ കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു അല്ലേ? പിന്നെ സമയമായി. വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? അനിയനുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ റിട്ടയർ. എന്തിലായിരുന്നു പുള്ളി? ഒരു പ്രൈവറ്റ് ഫാമിലിയായിരുന്നു. അമ്മ ഹൗസ് വൈഫ്. നിങ്ങൾ 2 ആൺമക്കളാണ്? അതെ. അതാണ്. ഇനിയിപ്പോ മൂത്ത് ജിസനാണ്. അതെ. അപ്പോൾ ഏതായാലും വേഗം കല്യാണമൊക്കെ നടക്കട്ടെ. നല്ല പെൺകുട്ടിയെ ജീവിതസഖിയായിട്ട് കിട്ടട്ടെ. ഒരുപാട് നല്ല സിനിമകളും നല്ല പോസ്റ്ററുകളും ഉണ്ടാക്കാൻ കഴിയട്ടെ. ക്ലാസ്മേറ്റ്സിൽ ആരംഭിച്ച സപര്യ സീനിയേഴ്സും കടന്ന് രതിനിർവേദത്തിലെത്തി നിൽക്കുന്നു. കലാകാരന്റെ കയ്യൊപ്പ് പതിഞ്ഞ സർഗപാത. ജിസൺ പോളിന്റെ ഡിസൈനുകളിൽ തെളിയുന്നത് യുവത്വത്തിന്റെ പ്രസരിപ്പാണ്.